ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 11. വിശ്വരൂപം. ശ്ലോകം 10-11, പേജ് നമ്പർ 583. ശ്ലോകം 10. അനേകവക്ത്രനയന അനേകാദ്ഭുതദർശനം അനേകദിവ്യാഭരണം ദിവ്യാനേകോദ്യതായുധം. ശ്ലോകം 11. ദിവ്യമാല്യാംബരധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവമനന്തം വിശ്വതോമുഖം. പദാനുപദം. പാർത്ഥായ പാർത്ഥന്, അനേകവക്ത്രനയനം അനേകം വക്ത്രങ്ങളും നയനങ്ങളുമുള്ളതായ, അനേകാദ്ഭുതദർശനം അനേകം അദ്ഭുത ദർശനങ്ങളോട് കൂടിയതായ, അനേക ദിവ്യാഭരണം അനേക ദിവ്യാഭരണങ്ങളുള്ളതായ, അനേക ദിവ്യോദ്യതായുധം അനേകം ദിവ്യായുധങ്ങൾ ഉയർത്തിപ്പിടിച്ച്, ദിവ്യമാല്യാംബരധരം ദിവ്യങ്ങളായ മാലകളും വസ്ത്രങ്ങളും ധരിക്കുന്നതായ, ദിവ്യഗന്ധാനുലേപനം ദിവ്യഗന്ധങ്ങൾ പൂശിയ, സർവാശ്ചര്യമയം സർവാശ്ചര്യമായ, ദേവം പ്രകാശിക്കുന്നതായ, അനന്തം അനന്തമായ, വിശ്വതോമുഖം സർവവ്യാപ്തമായ, രൂപം ദർശയാമാസ രൂപം കാണിച്ചു. വിവർത്തനം. ആ വിശ്വവ്യാപ്തമായ രൂപത്തിൽ എണ്ണമറ്റ മുഖങ്ങളും കണ്ണുകളും എണ്ണമറ്റ അദ്ഭുത ദൃശ്യങ്ങളും അർജുനൻ കണ്ടു. അനേകം ദിവ്യാഭരണങ്ങളാൽ അലങ്കൃതമായ ആ രൂപം അനേകം ദിവ്യായുധങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നു. ദിവ്യങ്ങളായ പുഷ്പമാല്യങ്ങളും വസ്ത്രങ്ങളും അണിഞ്ഞിരുന്നു. ദിവ്യങ്ങളായ ഗന്ധദ്രവ്യങ്ങൾ ശരീരത്തിൽ പൂശിയിരുന്നു. അദ്ഭുതാവഹവും തേജോമയവും അമേയവും സർവവ്യാപ്തവുമായിരുന്നു ആ രൂപം. ഭാവാർത്ഥം. ഈ ശ്ലോകങ്ങളിൽ അനേകം എന്ന് പലതവണ പ്രയോഗിച്ചിട്ടുള്ളത് അർജുനൻ കണ്ട കൈകൾ, കണ്ണുകൾ, മുഖങ്ങൾ, പാദങ്ങൾ മുതലായവയ്ക്കെണ്ണമില്ലെന്ന് വ്യക്തമാക്കുന്നു. പ്രപഞ്ചത്തിലെങ്ങുമായി ചിതറിക്കിടക്കുകയാണ് ഈ ആവിഷ്കാരങ്ങൾ. പക്ഷേ
കൃഷ്ണന്റെ കാരുണ്യത്താൽ ഒരിടത്ത് ഇരുന്നു കൊണ്ട് തന്നെ ഇതെല്ലാം ഒരേ സമയം കാണാൻ അർജുനന് സാധിച്ചു. കൃഷ്ണന്റെ മഹാപ്രഭാവമാണ് ഇതിന് കാരണം. ഹരേ കൃഷ്ണ.